അപ്പോൾ ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഡിസൈനാണ്. നമ്മൾ ട്രേസ് ചെയ്യാതെ തന്നെ ഫ്രീ ആയിട്ട് വരയ്ക്കാൻ പറ്റുക, ഫ്രീ ഹാൻഡായിട്ട് അപ്പോൾ വരയ്ക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് ഡോട്ട് കണക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കൊരു മെറ്റീരിയൽ എടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് നമ്മളുടെ ഡിസൈൻ അതിനകത്തോട്ട് വരയ്ക്കാം. അപ്പോൾ ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് റൗണ്ടായിട്ട് കൊടുക്കണം. ഡിസൈൻ നല്ല ഭംഗിയായിരിക്കും. നമ്മളിതിനകത്ത് കട്ട് ബീഡും പിന്നെ ബീഡ്സ്, നമ്മൾ റൗണ്ട് ബീഡ്സൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. അപ്പം ഈ ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. അത് എനിക്ക് നമ്മൾ ഹാൻഡ് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ നെക്കിൽ വരയ്ക്കാൻ വേണ്ടി ഇത് ബെറ്റർ ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്താലും നല്ലതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത ലൈൻ വരയ്ക്കണം. ലൈൻ വരച്ചിട്ടും അതിനകത്ത് ഇത് കണക്ക് ഡോട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി കൂടെ ഭംഗിയാക്കാൻ വേണ്ടി നമ്മളുടെ ഹേർട്ടിൻ്റെ ബീഡ്സ് കിട്ടും. അപ്പം ആ ഒരു ബീഡ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അത് നെക്സ്റ്റ് സൈഡിലാണ് നമ്മൾ വെക്കുന്നത്. നെക്സ്റ്റ് സൈഡിന് നെക്ക് ലൈൻ പോയിക്കുന്നില്ലേ, ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഇത് കണക്ക് തന്നെ ഈ ഹേർട്ടിൻ്റെ ബീഡ്സ് നമുക്ക് വാങ്ങിച്ചിട്ട് അത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിപ്പം വൈറ്റ് ബീഡ് വേണ്ടാത്തവർക്ക് ഗോൾഡ് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സില്ലേ, അപ്പം നമ്മൾ മെറ്റീരിയൽ ബ്ലാക്ക് റെഡൊക്കെ ആകുമ്പം ഗോൾഡ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം പിന്നെ നമ്മൾ ഹാൻഡ് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ബ്ലാക്ക് കളർ വെച്ചിട്ട്, വൈറ്റ് മെറ്റീരിയലാണ് ബ്ലാക്ക് യൂസ് ചെയ്യാം. അത് കണക്ക് തന്നെ റെഡിലാണെങ്കിൽ വൈറ്റ് കളർ വെച്ചും നമുക്ക് ഡ്രോ ചെയ്താൽ നല്ല ഇതായിരിക്കും, ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സിമ്പിൾ ഡിസൈനാണ്, നമുക്ക് വരയ്ക്കാം. ഞാൻ ഈ പാർട്ടാണ് പറഞ്ഞത്. നമുക്ക് എന്തുവേണം, ഹേർട്ടിൻ്റെ ബീഡ് കിട്ടും. അപ്പം ആ ഒരു ബീഡ് നമുക്ക് ഈ പാർട്ടിൽ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ലൈൻ വരയ്ക്കുന്ന ഭാഗത്ത് നമുക്ക് ജർദോസി യൂസ് ചെയ്യാം. അത് കണക്ക് തന്നെ നമ്മുടെ കട്ട് ബീഡ് അത് കണക്കുള്ള ബീഡ്സ് യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഡൗൺ ആയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ ഹേർട്ടിൻ്റെ ആ ഒരു ബീഡ്, അതിൻ്റെ ഗോൾഡ് കിട്ടും, പിന്നെ വൈറ്റ് കിട്ടും, പല ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടും. അപ്പം അത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ അടിയിൽ നമ്മൾ ചെറിയൊരു രീതിയിൽ മുത്തും കൂടെ കണക്ക് നമ്മൾ വെച്ച് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാരെങ്കിലും ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.